താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ പൂനെയിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞു. താനൂർ പോലീസ് ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് അവർ പൂനെയിൽ എത്തിക്കഴിഞ്ഞു. പൂനെയിലെ റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പെൺകുട്ടികൾ. താനൂർ ദേവദർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ പോയ കുട്ടികളാണ്. അവർ 11:30 ആ സ്കൂളിലെ പരീക്ഷ എഴുതേണ്ടവരാണ്. പക്ഷേ പെൺകുട്ടികൾ രണ്ടുപേരും, രണ്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, അവർ രണ്ടുപേരും അവിടെ നിന്ന് ബോംബെക്ക് ട്രെയിൻ കയറി. അവരുടെ ഒപ്പം ഇടവണ്ണക്കാരനായ റഹീം എന്ന് പറഞ്ഞ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും ഇൻസ്റ്റഗ്രാമിൽ കൂടെയും പരിചയപ്പെട്ട ഒരു പയ്യനുമുണ്ട്. അയാൾ മഞ്ചേരിയിലെ ഒരു തുണിക്കടയിലെ സെയിൽസ്മാനായിട്ട് നിൽക്കുന്നയാളാണ്. അയാൾക്ക് ബോംബെ പോയി പരിചയമുണ്ട്. അയാൾ കൂടെ ബോംബെ പോയി സാധനം എടുക്കുന്ന ആളാണ് എന്നും പറയുന്നു. എന്തായാലും അയാളെ പരിചയപ്പെട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്, ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ്. 11:30 പരീക്ഷ എഴുതാൻ പോയ പെൺകുട്ടികൾ രണ്ടുപേരും ട്രെയിനിൽ ബോംബെക്ക് തിരിച്ചു. അവരുടെ കയ്യിൽ വീട്ടിൽ നിന്ന് പണമൊന്നും കൊണ്ടുപോയിട്ടില്ല. ബോംബെയിൽ അവർ ഇറങ്ങിയിട്ട് കൂടെ ഉള്ള റഹീം എന്ന ആളുടെ സഹായത്തോടെ അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ അവർ മുഖച്ഛായ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ തലമുടി മുഴുവൻ അവർ കട്ട് ചെയ്തു. അവരെ വളരെ അധികം മേക്കപ്പ് ചെയ്യിപ്പിച്ച് മുടിയിലെ വളരെ രൂപമാറ്റം സംഭവിപ്പിച്ച് ഒരാൾക്ക് 5000 രൂപ കൊടുത്തു. മറ്റൊരാൾ കൂടി 10000 രൂപ ചിലവായെന്നാണ് കരുതുന്നത്. ഇവർക്ക് എവിടുന്ന് പൈസ കിട്ടി, എങ്ങനെ പണം കിട്ടി എന്ന് വ്യക്തതയില്ല. ഇവരോടൊപ്പം സഞ്ചരിച്ച റഹീം എന്ന ആളെ താനൂർ പോലീസും റെയിൽവേ പോലീസും ലൊക്കേറ്റ് ചെയ്തു. അയാളെ ലൊക്കേറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പം തന്നെ അയാളുടെ ഒപ്പമാണ് ഈ കുട്ടികൾ പോയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാൾ കാലുവാരി അയാളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നിയതുകൊണ്ടാവാം അയാൾ മടങ്ങിപ്പോരുകയാണ്. ബോംബെയിൽ അവർ ഇറങ്ങുന്നിടം വരെ അയാളുടെ ഒപ്പം ആ 2 പെൺകുട്ടിയുടെ ഒപ്പം ഇയാളും ഉണ്ടായിരുന്നു. അവിടെ മലയാളിയായ ഒരു നടത്തുന്ന ബ്യൂട്ടി പാർലറിലാണ് അവരുടെ മുടി കട്ട് ചെയ്യാനും മറ്റും ചെന്നത്. എങ്ങനെയാണ് ഈ താനൂരിലുള്ള പെൺകുട്ടികൾക്ക്, ലോകം കാണാത്ത ഈ കുട്ടികൾ ആ ബോംബെയിൽ ചെന്നിട്ട് മലയാളിയുടെ ഒരു ബ്യൂട്ടി പാർലർ കണ്ടെത്താനും അവിടെ മുടി മുറിച്ച് സുന്ദരിയാകാനും കഴിഞ്ഞത്? അതിനുള്ള പണം എങ്ങനെ കിട്ടി എന്ന് ഇന്നും അജ്ഞാതമാണ്. അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ വിരലിലെ അരപ്പവൻ്റെ ഒരു സ്വർണ്ണ മോതിരമുണ്ടായിരുന്നു. അത് വിറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പെൺകുട്ടികൾ അത് വിൽക്കാനായിട്ട് ശ്രമിച്ചാൽ ചിലപ്പം പോലീസ് പിടിക്കപ്പെടുമായിരിക്കാം. എന്തായാലും റഹീം എന്ന ആ പയ്യൻ്റെ കെയർ ഓഫിൽ തന്നെ ആയിരിക്കണം അത് വിറ്റ് ഇവരുടെ കയ്യിൽ പണം വന്നത്. അതോ ഇവരെ കൊണ്ടുപോയത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണോ? ആരെങ്കിലും ഇതിന് പണം മുടക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മലപ്പുറം SP ആർ വിശ്വനാഥ് IPS പെൺകുട്ടികളെ കിട്ടി വിവരങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഏതായാലും താനൂർ പോലീസ് ബോംബെയിലെത്തി. ബോംബെക്ക് പോയി ഇവരെ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവരെ ലൊക്കേറ്റ് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായപ്പം ആ ബ്യൂട്ടി പാർലറിലെ ഉടമസ്ഥ ഒരു മലയാളിയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ മലയാളിയാണ്. ഇവരുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ പൈസ കൊടുത്തപ്പോൾ 500ൻ്റെ നോട്ടുകൾ ധാരാളം കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, മലയാളം മാത്രമേ അറിയൂ. അതവർ മനസ്സിലാക്കി. ആ ബ്യൂട്ടി പാർലറിലുണ്ടായിരുന്നൊരു മലയാളി അവർ പറയുന്നത് ഇവർക്ക് ഭാഷ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല, പിന്നെ എങ്ങനെ ഈ കുട്ടികൾ അവിടെ എത്തി, അതിനൊരാൾ സഹായത്തിനുണ്ടായിരുന്നു എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കാണുന്നത്. ഇവരെ പിടിക്കപ്പെടും എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ബോംബെയിൽ നിന്ന് അവർ ചെന്നൈ എഗ്മൂറിലേക്ക് അവർ ട്രെയിൻ കയറി. അത് മനസ്സിലായി പോലീസിന്. 1:45 വെളുപ്പിനെ വെള്ളിയാഴ്ച രാത്രി 1:45 അവർ സിം കാർഡ് മാറ്റി പുതിയൊരു സിം കാർഡ് അവരുടെ മൊബൈലിൽ ഇൻസർട്ട് ചെയ്തു. അപ്പോൾ ട്രെയിനിലാണ് അവർ യാത്ര ചെയ്യുന്നതെന്ന് പോലീസ് കണ്ടെത്താൻ വലിയ വിഷമം ഉണ്ടായില്ല. കാരണം സിം കാർഡ് മാറ്റി അവർ പുതിയ സിം കാർഡ് ഇട്ടപ്പം
ലൊക്കേഷൻ കറക്റ്റായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. 1:45 AM വെളുപ്പിന്. എന്തായാലും ആ റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ച് ഉടൻ തന്നെ അവരെ ട്രാക്ക് ചെയ്തു, അവരെ ലൊക്കേറ്റ് ചെയ്തു. ഏതായാലും പൂനെയിലെ അവരെ റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലാക്കി. ഇതിനകത്ത് നമ്മൾ ആലോചിക്കുമ്പം ഈ കൂടെ പോയ റഹീം എന്ന ഇടവണ്ണക്കാരന് അയാൾക്ക് എന്തെങ്കിലും റോളുണ്ടോ, ഉണ്ടാകാനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം അയാളെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടതാണ് ഈ പെൺകുട്ടികൾ. എന്തായിരുന്നു പെൺകുട്ടികളുടെ യാത്രയുടെ ഉദ്ദേശം? പോലീസ് കണ്ടെത്തണം. റഹീമിൻ്റെ ഉദ്ദേശം എന്താണ്? കണ്ടെത്തണം. ആ കുട്ടികളെ ബോംബെയിൽ എന്തിനു കൊണ്ടുപോയി? ആ യാത്രയുടെ ഉദ്ദേശം എന്ത്? ആ ബ്യൂട്ടി പാർലറിൽ ഈ കുട്ടികൾ എവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പം ഒരു കല്യാണത്തിന് വന്നതാണെന്ന് കള്ളം പറഞ്ഞു. ഇവരുടെ യാത്രയുടെ ഉദ്ദേശം, ഡെസ്റ്റിനേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും പോലീസ് അത് കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, കുട്ടികളെ ബോംബെ അതേ ലോകത്ത് അകപ്പെട്ടു പോയെങ്കിൽ ആ 2 കുട്ടികളുടെയും ജന്മം പാഴായതിനെ. അതിനു മുമ്പ് പോലീസിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടായി. താനൂർ പോലീസിനെയും മലപ്പുറം പോലീസിനെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ 2 പെൺകുട്ടികൾ അവരുടെ ജീവിതം തൊലഞ്ഞു പോകാനുള്ള സാധ്യതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ വീണ്ടെടുത്ത പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത് തന്നെയല്ല, സംയോജിതമായി പോലീസ് ക്ലെവറായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെട്ടു എന്നുള്ളതാണ്. അവരെ കൂടെ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട റഹീം എന്ന് പറഞ്ഞ ആളെ ട്രാക്ക് ചെയ്ത റൗഡിയാണ് ഈ കേസിന് നമുക്ക് കുട്ടികളെ തിരിച്ചു കിട്ടാൻ സഹായിച്ചത്. റഹീമിൻ്റെ റോൾ എന്താണ്? അയാൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടിട്ട് ഈ കുട്ടികളെ കൊണ്ട് ബോംബെ എന്തിനു പോയി? ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? കുട്ടികളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? കാരണം കുട്ടികൾ പോകുന്നതിന് മുമ്പ് വിളിച്ചിരിക്കുന്ന 2 കുട്ടികളുടെയും മൊബൈൽ ഫോണിലേക്ക് കോള് വന്നത് റഹീമിൻ്റെയാണ്. അതുകൊണ്ട് അയാൾ ഇനി ഏത് രീതിയിലും ഇതിനകത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്തിനാണ് കുട്ടിയെ കൊണ്ടുവന്ന് അയാൾ കൃത്യം പറയണം. ഇതൊരു അബ്ഡക്ഷനാണ്, തട്ടിക്കൊണ്ടു പോകൽ തന്നെയാണ്. 16 വയസ്സുള്ള കുട്ടികളാണ് 2 പെൺകുട്ടികൾ. അതുകൊണ്ട് അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തി. എന്തായാലും ഇതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് പോലീസ് കണ്ടെത്തുമെന്ന് കരുതുന്നു. ഇവർക്ക് എവിടുന്ന് കിട്ടി പണം? ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പോലീസ് ഇതിലേക്ക് അന്വേഷിക്കാനുണ്ട്. നമ്മുടെ പല കുട്ടികളും മിസ്സായി പോയിട്ട് നമുക്ക് തിരിച്ചു കിട്ടാതെ വന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. കേരളത്തിലെ കുട്ടികളും മാതാപിതാക്കളും ശ്രദ്ധിക്കണം. നിങ്ങളെ പലരും സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെടുകയും നിങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്യും. അത് അപകടത്തിലേക്ക് പോകും. നിങ്ങൾക്ക് പ്രായപൂർത്തിയായ ശേഷം നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് ഇവിടെ തടസ്സമൊന്നുമില്ല. മൈനറായ നിങ്ങൾ പലരെയും വാക്ക് വിശ്വസിച്ച് ഇങ്ങനെ എടുത്തു ചാടുന്നത് അപകടത്തിൽ ചെന്നേ ചാടുകയുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത് പത്തനംതിട്ട ഞാൻ 3 കുട്ടികൾ ഇതുപോലെ ബോംബെക്ക് പോയി. അവർ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി. ആ 3 കുട്ടികളും മരണപ്പെട്ടു. സംഭവം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ധാരാളം ഇതുപോലെയുള്ള കുട്ടികൾ എടുത്തു ചാടി പോകുന്ന പ്രായമാണിത്. അതുപോലെ തിരുവനന്തപുരം റൂറലിലെ കോളം ആ ഭാഗത്ത് 3 കുട്ടികൾ ഇതുപോലെ വന്നിട്ട് അവർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൈനറായ കുട്ടികൾ എന്തിനാണ് ഈ രീതിയിലൊക്കെ ചില കോണ്ടാക്റ്റുകളിലേക്ക് പോകുന്നത്? അവർ വിദ്യാഭ്യാസം കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അവർ ലഭിച്ച് ഓരോ ക്ലാസ്സും ജയിച്ച് അറിവ് സമ്പാദിച്ച ശേഷം ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കുന്നത് നല്ലത്. അതുകൂടാതെ ഈ രീതിയിലുള്ള ചിന്തകളും ഇങ്ങനെയുള്ള എടുത്തുചാട്ടമൊന്നും നല്ലതല്ല. നിങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഒരിക്കലും നല്ലതല്ല. അത് ജീവിതം അതൊരു ദുര്യോഗത്തിലോട്ട് പോകും. ജീവിതം അവസാനിപ്പിക്കേണ്ടിയും വരും. അപകടം മണക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് മൈനറായ കുട്ടികൾ എവിടെ പോയാലും ശരി, അതിനു മുമ്പ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുട്ടികളെ വീട്ടിലുള്ളവരെ അറിയിക്കുക, അല്ല അടുപ്പമുള്ളവരെ അറിയിക്കുക. ഇതുപോലെ ഒളിച്ചും പാത്തും പോകരുത്. അപകടം മണക്കുന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. അതുകൊണ്ട് കുട്ടികൾ വിവേകപൂർവ്വം തീരുമാനം എടുക്കണം. അത് നിങ്ങൾ 21 വയസ്സ് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയായ ശേഷം നിങ്ങൾ തീരുമാനം സ്വന്തമായിട്ട് എടുത്തോളൂ. അതിനുള്ള മുമ്പുള്ള എല്ലാ തീരുമാനവും മാതാപിതാക്കളും മുതിർന്നവരും നിങ്ങളുടെ കുടുംബക്കാരും അല്ല നിങ്ങളുടെ സ്കൂളിലെ സാറുമാരും അറിഞ്ഞുള്ള ഒരു തീരുമാനം മാത്രമേ എടുക്കാവൂ എന്നാണ് എൻ്റെ അഭ്യർത്ഥന.